ഈ മത്സരം എത്ര പേര് കണ്ടിട്ടുണ്ട് ലൈവ്? ഞാൻ സ്റ്റേഡിയത്തിലിരുന്നാണ്. സ്റ്റേഡിയത്തിലിരുന്ന് സ്റ്റേഡിയം ഇങ്ങനെ ഇളക്കി മറിച്ച് കണ്ട ഒരു മത്സരമായത്. ആദ്യം തന്നെ 2 ഗോൾ കൺസീഡ് ചെയ്യുന്നു ബ്ലാസ്റ്റേഴ്സ്. അതായത് 7ാമത്തെ മിനിറ്റിൽ ഗോവ ആദ്യത്തെ ഗോൾ അടിക്കുന്നു. 17ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് യാസർ വഴി ഒരു ഗോൾ അടിക്കുന്നു. മുഹമ്മദ് യാസർ ഒരു വൻ സെലിബ്രേഷൻ ഒക്കെ ഇട്ടു. പുള്ളി പോയി ഞാൻ ഇനി ഉറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒന്ന് തലയൊക്കെ ചായച്ച് കിടക്കുന്ന ഒരു സാധനമൊക്കെ ഇട്ടു. സ്റ്റേഡിയം ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് സൈലന്റ് ആയെങ്കിലും മഞ്ഞപ്പട സ്റ്റാൻഡ് അങ്ങനെ സൈലന്റ് ആവത്തില്ല. അങ്ങനെ സൈലന്റ് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലത്. അങ്ങോട്ട് തുടങ്ങി. ഇപ്പൊ ഇതിനകത്ത് ആ വീഡിയോയിൽ കേട്ടില്ലേ, കോമോൺ ബ്ലാസ്റ്റേഴ്സ് കോമോൺ, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു പോക്കായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കളിക്കുന്നുണ്ട്, പക്ഷെ ഗോളൊന്നും അടിക്കുന്നില്ല. 50ാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വരുന്നു. സോ അന്ന് ലൂണയ്ക്ക് പരിക്കാണ്. അപ്പം ലൂണയുടെ ആ ഒരു പൊസിഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയ്സുഗെ സക്കായിയാണ്. സക്കായി തന്റെ മികവ് അവിടെ പ്രകടിപ്പിക്കുകയാണ്. 50ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്ക് നൈസായിട്ട് എടുത്ത് അകത്തിടുന്നു. അപ്പോ സ്റ്റേഡിയം ഒന്ന് ഇളകി. 80ാമത്തെ മിനിറ്റിൽ ദിമിത്രിയോസിന്റെ ഒരു പെനാൽറ്റി, എന്റെ മോനെ അത് ഗോള് 2-2. പിന്നെ തുടരെ പടേ നടിയായിരുന്നു. 83ാമത്തെ മിനിറ്റിൽ ഐമൻ എത്തുന്നു. ഐമൻ വന്ന് ഒരു ഐമന്റെ അസിസ്റ്റിലൂടെ ദിമിത്രിയോസ് 83ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോള്. അങ്ങനെ ലീഡ് എടുക്കുന്നു ബ്ലാസ്റ്റേഴ്സ് 3-2. 87ാമത്തെ മിനിറ്റിൽ ലിത്വാനിയുടെ ക്യാപ്റ്റൻ, നമ്മുടെ സൂപ്പർ പ്ലെയർ ഫെഡോർ ചെർണിച്ച് 87ാമത്തെ മിനിറ്റിൽ, എന്റെ മോനെ അത് എന്തൊരു ഗോളായിരുന്നത്. അയ്യോ, വിഷയം ഗോള്. അത് ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ ബുള്ളറ്റ് പോയി അടിച്ചൊരു സാധനം കൊണ്ട് കയറ്റി കൊടുത്തു. സ്റ്റേഡിയം ഒക്കെ നിന്ന് കുലുങ്ങുവാണ്. അത് ഇനിയിപ്പോ സ്റ്റേഡിയത്തിൽ പോയി കളി ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ലോട്ടെ. ഞാൻ വെറുതെ തള്ളിയതല്ല ഈ സ്റ്റേഡിയം കുലുങ്ങുന്നു എന്നുള്ളത്. ശരിക്കും വൈബ്രേറ്റ് ചെയ്യും കാരണം എല്ലാവരും കൂടി തോളിൽ ഇങ്ങനെ കൈ പിടിച്ച് ബൂം ബൂം ഇങ്ങനെ ചാടുകയാണ്. അപ്പോ ചാൻഡിങ്ങും ഈ ചാട്ടം എല്ലാം കൂടെ ആകുമ്പോൾ സ്റ്റേഡിയം വൈബ്രേറ്റ് ചെയ്യുന്നു. സ്റ്റേഡിയം നിന്ന് കുലുങ്ങും. നമുക്കിത് പൊളിഞ്ഞു വീഴുമെന്ന് വരെ പേടി വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ തകർക്കുകയാണ്. അത് വേറെ കാര്യം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഈ മത്സരം എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടതിൽ ഏറ്റവും ഭയങ്കര ത്രില്ലടിച്ച രോമാഞ്ചടിച്ച മത്സരം ഇതായിരുന്നു കേട്ടോ. ഗോവ വേഴ്സസ് ബ്ലാസ്റ്റേഴ്സ് മത്സരം. അത് വിഷയം മത്സരമായിരുന്നു.